കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാണീ രാജാത്തി. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി. മാനത്തോദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി, ഏതാണീ രാജാത്തി. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാണീ രാജാത്തി. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി. മാനത്തോദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി, ഏതാണീ രാജാത്തി. യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു പാട്ട് മാപ്പിളപ്പാട്ടിൻ്റെ വസന്തകാലത്ത് ഉണ്ടായ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും ആ കാലം മുതൽ ഏകദേശം 2025 വരെ ഈ പാട്ട് നിലനിൽക്കുകയും അതുപോലെ തന്നെ ഇന്നും യുവജനത അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിൽ ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഇത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ 2 സുഹൃത്തുക്കൾ, അതും അദ്ദേഹത്തിൻ്റെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒഴിവ് സമയങ്ങളിൽ പാടിയ ഒരു പാട്ട്, അതും സാഹോദര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും കൂട്ടായ, അതും ഒരു ഹിന്ദു കുട്ടിയും അതുപോലെ തന്നെ ഒരു മുസ്ലിം കുട്ടിയും ചേർന്നുള്ള ഒരു കോംബോ തീർച്ചയായിട്ടും മലയാളിക്കര ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഇത്. തീർച്ചയായിട്ടും ഇത്തരം മധുരമുള്ള ഗാനങ്ങൾ എന്നും മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രം മാത്രമേ മലയാളത്തിനുള്ളൂ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പാട്ട് തീർച്ചയായിട്ടും കേട്ട് കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ കൂട്ടുകാരുടെ പാട്ടുകൾ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ